നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വിഷയം, നമ്മളെല്ലാവരും വാഹനം വാങ്ങുകയോ വാഹനത്തിന് ഉടമയായിട്ടുള്ള ആളുകളായിരിക്കും. ഒരു പക്ഷേ ഈ വാഹനം തുടർച്ചയായി നമ്മളെ കയ്യിൽ ഉപയോഗത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കില്ല. അത് ഒരു പക്ഷേ നമ്മൾ പല കാരണങ്ങളാൽ വിൽപ്പന നടത്തി മറ്റ് വാഹനങ്ങൾ വാങ്ങുകയോ, അല്ലെങ്കിൽ പല ആളുകളും വിദേശത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അവർ വാഹനം ഇവിടെ വിൽപ്പന നടത്തിയിട്ടൊക്കെ ആ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് വലിയൊരു നിയമക്കുരുക്കിലേക്കൊക്കെ പലരും പോയതായിട്ട് കണ്ടിട്ടുണ്ട്. വിഷയം ഇതാണ്: നമ്മുടെ പേരിൽ നിന്നും മാറേണ്ടുന്ന വാഹനം മാറ്റാതെ മറ്റാളുകൾ ഉപയോഗിക്കുകയും ആ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പഴയ ആർ സി ഓണറല്ല, പഴയ ആ ഒരു വാഹനത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വാഹനം വിൽപ്പന നടത്തുമ്പോൾ ആ വിൽപ്പന നടത്തുന്ന വാഹനത്തിൻ്റെ ഉടമയും അത് വാങ്ങിക്കുന്ന ആളും ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അത് രണ്ട് ഫോമുകളാണ് അതിന് ഉപയോഗിക്കുന്നത്. ഒന്ന് ഫോം 29 ഒന്ന് ഫോം 30. ഈ 2 ഫോമുകൾ നമ്മുടെ അക്ഷയ സെൻറ്റർ മുഖാന്തരം ഓൺലൈനിലോ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അതിൽ 2 പേരുടെയും സിഗ്നേച്ചറോ വിരലടയാളമോ ചേർത്ത്, അത്രയും വിശ്വസനീയമായ ആളുകൾ ആണോ അല്ലയോ നോക്കണ്ട, വിരലടയാളം തന്നെ പതിപ്പിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അത് സിസ്റ്റത്തിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഫീസ് അടച്ച് ആ ഫീസിൻ്റെ റെസിപ്റ്റ് കൈവശം കരുതി മാത്രമേ ഈ വാഹന വിൽപ്പന പൂർത്തിയാക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം, അപ്പോൾ ഈ വാഹന വിൽപ്പന പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ ഈ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുമ്പോൾ അതിൽ പലപ്പോഴും ആ വാഹനത്തിൻ്റെ പല ബാധ്യതകളും RT ഓഫീസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോലീസ് സ്റ്റേഷനിലൊക്കെ കിടക്കുന്ന ബാധ്യതകൾ എന്താണെന്നുള്ളത് അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇത് കാലങ്ങളായിട്ട് ചെയ്യാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് അതിൻ്റെ RC ഓണർഷിപ്പ് മാറുമ്പോൾ ആ ഓണർഷിപ്പ് മാറുന്ന സമയത്ത് മാത്രമേ ഇത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് പരിഹരിക്കാൻ ചിലപ്പം അതിൻ്റെ RC ഓണർ സ്ഥലത്തുണ്ടായിക്കൊള്ളുന്നില്ല, ആൾ ചിലപ്പം മരണപ്പെട്ടു പോയിരിക്കാം, മറ്റേതെങ്കിലും ആയിരിക്കാം. അപ്പം വാഹനം വിൽക്കുന്നവരോട് ഇത് ഉറപ്പുവരുത്താനും വാഹനം വാങ്ങുന്നവരോട് വേറൊരു കാര്യം പറയുന്നു: നിങ്ങൾ വാങ്ങിച്ച വാഹനം ഉടനെ തന്നെ നിങ്ങളുടെ പേരിലേക്ക് മാറ്റുക. അല്ലാത്ത പക്ഷം ഈ വാഹനം ഇപ്പോൾ നിലവിലുള്ള RC ഓണറുടെ പേരിൽ തന്നെ നിലനിൽക്കുകയും വല്ല ദുരന്തത്തിലും പെട്ട് അദ്ദേഹത്തിനൊക്കെ പലപ്പോഴും അപകട മരണമോ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു കാലത്തും ഇത് RC ഓണർഷിപ്പ് മാറ്റാൻ, ഒരു കാലത്തും എന്നല്ല, ഒരുപക്ഷെ അത് മാറ്റാൻ കുറച്ച് നിയമ പ്രശ്നങ്ങൾ വരികയും അതുവരെ കാത്തിരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇനി ഞാനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നു. അതായത് വാഹനം വാങ്ങുന്ന ആളുകളോട്. പലപ്പോഴും പല ആളുകളും വാഹനങ്ങൾ വാങ്ങിച്ച് പിന്നീട് അത് കൈവശം വെച്ച് കുറച്ച് കാലത്തിന് ശേഷം അതിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂവലോ അല്ലെങ്കിൽ ഫിറ്റ്നസിൻ്റെ റിന്യൂവലിന് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അതിൻ്റെ ചേസിസ് നമ്പറൊക്കെ ലോക്കലി പഞ്ച് ചെയ്തതായിട്ടൊക്കെ കാണാറുണ്ട്. അത് ആ സമയത്ത് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യം തന്നെ നമ്മൾ വാങ്ങാൻ പോകുന്ന വാഹനത്തിൻ്റെ ചേസിസ് നമ്പറും എൻജിൻ നമ്പറും ശരിയായ രീതിയിലുള്ളതാണോ, അല്ലെങ്കിൽ ഇത് RCയുമായിട്ട് ഒത്തുനോക്കി അതിൽ രണ്ടും ഒരേപോലെയാണ് എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഉറപ്പുവരുത്തിയാൽ മാത്രം പോരാ, ഈ ചേസിസ് നമ്പറിൻ്റെ പാറ്റേൺ ഉണ്ടാവും, അതേപോലെ എൻജിൻ നമ്പറിൻ്റെ പാറ്റേൺ ഉണ്ടാവും. ഇത് രണ്ടും ഉറപ്പുവരുത്തണം. അതിനൊരു വിദ്യ ഇതാണ്: നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനത്തിൻ്റെ അതേ മോഡലിലുള്ള ഒരു വാഹനം നിങ്ങൾ പോയി പരിശോധിക്കണം. എന്നിട്ട് ആ വാഹനത്തിൻ്റെ ചേസിസ് നമ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾ ഫോട്ടോ എടുത്ത് വയ്ക്കണം. അതേപോലെ എൻജിൻ നമ്പറിൻ്റെ പാറ്റേണും ഫോട്ടോ എടുത്ത് വെക്കണം. അതേ പാറ്റേണിലാണ് ഇത് പഞ്ച് ചെയ്തത് എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഈ വാഹനം വാങ്ങാൻ പാടുള്ളൂ. പിന്നീട് വാഹനത്തിൻ്റെ യാന്ത്രികമായ കാര്യങ്ങളും അതിൻ്റെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് കൃത്യമായും അത് ശരിയായ രീതിയിൽ നമ്മുടെ പുകപരിശോധന നോംസ് അനുസരിച്ചിട്ടുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക. പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു വാഹനം നിങ്ങൾ വാങ്ങരുത്. കാരണം ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾ റോഡിലുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം പുകപരിശോധന സർട്ടിഫിക്കറ്റ് വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ആളോട് ഞാൻ പറയുന്നു, പുകപരിശോധന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ വണ്ടിയുടെ RC ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ആ വാഹനത്തിൻ്റെ പുകപരിശോധന നടത്തി അതിന് ശരിയായ നോൺ പൊള്യൂട്ടിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ആ വാഹനം വാങ്ങാൻ പാടുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ അതിൽ വളരെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതും പരിഹരിക്കാവുന്നതുമായ കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റു വിഷയവുമായിട്ട് പിന്നീടൊരിക്കൽ കാണാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.